ഞാൻ മുന്നോട്ട് വെക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് പാലക്കാടിന്റെ സമഗ്രമായിട്ടുള്ള വികസനം എന്നുള്ളതാണ്. ഇവിടെ ചുറ്റി നടന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ആകെയുള്ളത് ഒരു മെഡിക്കൽ കോളേജ് പണിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു റഫറൽ കേന്ദ്രമായിട്ട് അത് നിലനിൽക്കുകയാണ്. ഈ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ആളുകളാണ് എന്നറിയാത്ത രീതിയിൽ അവിടെ ഒന്ന് കയറി നോക്കണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. അവിടെ റഫറൽ കേന്ദ്രങ്ങളാണ്. എന്തെങ്കിലും ഒരു അത്യാപത്ത് വന്ന ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും, അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കാണാൻ പറയും എന്നുള്ള ഒരു സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട്. കയ്യെ മുറിച്ചു മാറ്റപ്പെട്ട വിനോദിനി കുട്ടി ഇന്നലെ അവിടെ റീത്ത് വെച്ചുകൊണ്ട് ഒരു സമരത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. അപ്പം നമ്മൾ പറയുന്നത് പാലക്കാടിന് നല്ല ആശുപത്രികൾ വേണം, ആരോഗ്യ മേഖല മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാനൊരു 2 ആഴ്ചക്കാലം ഇവിടുത്തെ അതിവിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ പ്രത്യേകമായിട്ട് പാലക്കാടിന്റെ ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രകാശനം നടത്തി ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്കും അതിന്റെ ഒരു കോപ്പി തരുന്നതായിരിക്കും. മാത്രമല്ല, ഇവിടെ സ്ത്രീ വോട്ടർമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കർഷകർ തന്നെ സ്ത്രീകൾ ഒരു വിഭാഗമുണ്ട്. അപ്പൊ അത്ര ഇപ്പോഴും അങ്ങൊരു വനിതാ സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അപ്പൊ BJP മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം അങ്ങ് ആസൂത്രണം ചെയ്യുന്നു? ഞാൻ വനിതാ സ്ഥാനാർത്ഥി പ്ലസ് കർഷക സ്ത്രീ കൂടിയാണ്. അതെ 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 ഇഷ്ടമുള്ള, താല്പര്യമുള്ള, എന്റെ അച്ഛനാണെങ്കിൽ ഒരു കർഷകനായിരുന്നു. അപ്പോ ഇവിടെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൃഷിഭൂമിയിൽ നിന്ന് കൂടുതൽ ഉൽപാദനം നേടാമെന്നും, എന്നാൽ നേടിയെടുത്തിട്ടുള്ള ഉൽപ്പന്നത്തെ വാങ്ങാൻ പോലും സാധിക്കാതെ, വില കിട്ടാൻ സാധിക്കാതെ കർഷക ആത്മഹത്യ കൂടി നടന്നിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്നുള്ളത് വേദനയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് കണ്ണാടിയിലും മാത്തൂരിലും പിരായിരിയിലും ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പ്ലസ് കാർഷിക മേഖലയിലെ അതീവ റിസർച്ച് ചെയ്യുന്ന ആളുകൾ പ്ലസ് ഒരു ടീം ഇവിടെ ഞങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ അവരതിനും ആവശ്യമായിട്ട് പാടശേഖര സമിതിയുമായിട്ട് ചർച്ചകൾ നടക്കുകയാണ്, അവരുടെ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ പണിക്ക് പോകുന്ന അമ്മമാരുണ്ട്, അമ്മമാരുടെ വാക്കുകൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ആവശ്യമായ കാര്യങ്ങളും ഇഴചേർന്നുകൊണ്ട് നമ്മൾ സ്വാംശീകരിച്ചെടുക്കും. കൂടാതെ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, എന്റെ ഏറ്റവും വലിയ ഒരു ചുമതല എനിക്ക് നാഷണൽ തലത്തിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ 6 മാസം മുമ്പാണ്. അത് മഹിളാ സമന്വയ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കമ്മിറ്റിയാണ്. ഇന്ത്യയിൽ 12 പേരിൽ ഒരാളായിട്ട് എന്നെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാർഷിക വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തോടൊപ്പം 5-ൽ ഒരാളായിട്ട് മെമ്പർഷിപ്പ് ഡ്രൈവിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ 2-3 തവണ കേരളത്തിന്റെ കാർഷിക മേഖലയിലെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്നോട് പറഞ്ഞത്, ഒരു എളുപ്പവഴിയുമില്ല ശോഭ, ഇവിടെ MLA-മാരുണ്ടാകണം, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാവണം. MLA-ക്ക് ആവശ്യമായിട്ടുള്ള പ്രയോറിറ്റികൾ അവിടെ നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് അത് എന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യും എന്നും എനിക്ക് വാഗ്ദാനമുണ്ട്. അതൊരു വാഗ്ദാനമല്ല, അതൊരു ഉറപ്പാണ് എന്നുകൂടി ഞാൻ ഇവിടുത്തെ വോട്ടർമാരോട് അതെല്ലാം സമ്മതിക്കുന്നുണ്ട്.